എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിങ്ക്ഡിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ജോലി തേടുന്ന ഇന്നൊരു വിദ്യാർത്ഥി ആയിട്ടുള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറ്റേൺഷിപ്സൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്, ഒരു സോഷ്യൽ മീഡിയ ടൂളാണ് ലിങ്ക്ഡിൻ. ആ ലിങ്ക്ഡിൻ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഓൺലൈനായിട്ട് ജോബ് പോർട്ടലുകൾ ധാരാളമുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ള പല HR കൺസൾട്ടിങ് ഫേമുകളൊക്കെ ഉണ്ട്. ഇതിനേക്കാളും മികച്ച റിസൾട്ട് ഇന്ന് തരുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് ഒരു ജോലി തേടുന്ന ആൾക്ക് ലിങ്ക്ഡിൻ. കാരണം Naukri.com-നെ വരെ വെല്ലുന്ന രൂപത്തിലാണ് ഇന്ന് ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ പല ജോബ് സെർച്ചിന് വേണ്ടി ഹെൽപ്ഫുള്ളാവുന്നത്. കാരണം 600 മില്യൺ യൂസേഴ്സിൽ കൂടുതൽ ഇന്ന് ലിങ്ക്ഡിനിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ ഇത്രയും ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊരു നല്ല ജോബ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നല്ലൊരു ഓൺട്രപ്രണർ, അതായത് നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഓൺട്രപ്രണറാണെങ്കിൽ, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ ശരിക്കും ഒരു ഗോൾഡൻ ടൂളായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ലിങ്ക്ഡിനെ ഒരു വിസിബിലിറ്റി ടൂളാക്കി മാറ്റാം, ജോബ് സീക്കേഴ്സിനും ജോബ് പ്രൊവൈഡേഴ്സായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനും ഒരു മികച്ച വിസിബിലിറ്റി ടൂളാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിയേറ്റ് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ പിക്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളതും ഒരു ഗുഡ് ക്വാളിറ്റി പ്രൊഫൈൽ പിക്ചറും ആയിരിക്കണം നമ്മളിതിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലോസപ്പ് ഓഫ് യുവർ ഫേസ്. അത് ശരിക്കും ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ അതിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരു ക്ലോസപ്പ് ഫേസ് ആയിട്ടുള്ളൊരു പിക്ചറായിരിക്കണം ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതും വളരെ ക്വാളിറ്റി ഉള്ളൊരു പിക്ചർ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം സ്റ്റാറ്റിസ്റ്റിക്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രൊഫൈൽ പിക്ചർ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ പിക്ചറുള്ള ആളുകൾക്ക് അറൗണ്ട് ഒരു 14% നോർമൽ പിക്ചർ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ള പിക്ചർ ഉപയോഗിക്കുന്ന ആൾക്കാരെക്കാളും ബെറ്റർ ആയിട്ടുള്ള അറ്റൻഷനോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അവരുടെ പ്രൊഫൈലിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ക്വാളിറ്റി പിക്ചറായിരിക്കണം നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ബ്ലറായ പിക്ചേഴ്സൊന്നും ഉപയോഗിക്കാതിരിക്കുക. അടുത്തൊരു കാര്യം, ഐ ക്യാച്ചി ഹെഡ്ലൈനാണ്. ഹെഡ്ലൈൻ ലിങ്ക്ഡിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പ്രൊഫൈൽ എന്നുള്ള രൂപത്തിൽ ഒരു ഹെഡ്ലൈൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതുണ്ട്. ആ ഹെഡ്ലൈൻ്റെ ഒരു പ്രത്യേകത, അതിനൊരു 120 വേർഡ്സിൻ്റെ ഒരു 120 ക്യാരക്ടേഴ്സാണ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെരി അട്രാക്റ്റീവായിട്ടുള്ള അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം അതിലുണ്ടാവേണ്ടത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഔട്ട്ഡോർ ഹോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ബിൽ ബോർഡ് പോലെയാണ് നമുക്ക് ലിങ്ക്ഡിൻ്റെ അകത്തുള്ള ആ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഹെഡ്ലൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു അഡ്വർടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പിംഗ് ക്ലയൻറ്റ്സ് ക്രിയേറ്റ് എ വിന്നിംഗ് ബ്രാൻഡ് എന്നോ, അല്ലെങ്കിൽ ക്രിയേറ്റഡ് ഓവർ 300 സക്സസ്ഫുൾ ക്ലയൻറ്റ്സ് എന്നോ, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് കൂടുതലും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാനും നമ്മുടെ ടാലൻറ്റിനെ അവർക്ക് മനസ്സിലാക്കാനും സഹായിക്കും. അടുത്ത കാര്യം, റൈറ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് സമ്മറി. ലിങ്ക്ഡിൻ സമ്മറി എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിങ്ക്ഡിൻ സമ്മറി പറയുന്നത് ശരിക്കും ഒരു സ്റ്റോറി, നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക്, കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്ക് നമ്മളിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ട് ലിങ്ക്ഡിൻ സമ്മറി തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെപ്പറ്റി, നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി ആ ഒരു കീ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ലിങ്ക്ഡിൻ സമ്മറി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കൂടുതൽ സെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സെയിൽസിനെ പറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രീം പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിനെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്കതിൽ കൊടുക്കാം. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയമൊക്കെ വേസ്റ്റ് ആക്കാതെ ആ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറിയിൽ നിന്ന് തന്നെ ഒരാളെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. then അടുത്തൊരു കാര്യം, ഹൈലൈറ്റ് യുവർ എക്സ്പീരിയൻസ്. നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിൽ, കൺസൾട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു ഡെസിഗ്നേഷൻ, റോള്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ നമുക്കിതിൽ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് വിഷ്വൽ മീഡിയ എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ നമ്മുടെ യൂട്യൂബ് പ്രൊഫൈലോ മറ്റ് ഇൻഫോഗ്രാഫിക്സോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആവുക, നമ്മുടെ പ്രൊഫൈല് വെൽ കണക്റ്റഡ് ആക്കി നിർത്തുക, ആളുകൾക്ക് കൂടുതൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട്. ആൻഡ് കസ്റ്റമൈസ് യുവർ URL. ലിങ്ക്ഡിൻ്റെ അകത്ത് നമുക്ക് ലിങ്ക്ഡിൻ്റെ ഒരു URL ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ URLൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെബ് അഡ്രസ് ഓഫ് യുവർ പ്രൊഫൈലാണ് URL എന്ന് പറയുമ്പോൾ.
ആ വെബ് അഡ്രസ്സ് പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് തന്നെ നമ്മുടെ നെയിമും ചില നമ്പേഴ്സും ഒക്കെ ആ URLൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഒരു സംതിങ് റെലവൻ്റ് ആയിട്ടുള്ളത് ചില ജോബ് സ്കില്ലുകളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ ആ URLൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതിനുശേഷം അപ്പോൾ ഈ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് പ്രൊഫൈലിൻ്റെ അകത്ത്. ആ URLൻ്റെ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു പ്രൊഫൈലിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ. എഡിറ്റ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു URL നമ്മുടെ വളരെ ഭംഗിയായിട്ട് നമുക്കും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാനൊക്കെ പാകത്തിന് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ URL കസ്റ്റമൈസ് ചെയ്യാം. ദെൻ ആസ്ക് ഫോർ റെക്കമെൻഡേഷൻസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ റെക്കമെൻഡേഷൻ പാർട്ട് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ റിലയബിലിറ്റി ഉണ്ടാക്കാനൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളൊരു നല്ല ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നന്നായിട്ട് യൂസ് ചെയ്യാം. മറ്റാളുകളോട് നമ്മുടെ കണക്റ്റിലുള്ള മറ്റാളുകളുടെ അടുത്ത് നിന്ന് റെക്കമെൻഡേഷൻസ് എടുക്കുക. അതായത് നമ്മളും അവരും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും നമ്മൾ അവർക്കൊരു വർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അവിടെ കിട്ടിയ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതൊരു ടെസ്റ്റിമോണിയലായിട്ടും ഒക്കെ, അല്ലെങ്കിൽ നമ്മളുടെ സ്കില്ലിനെ പറ്റിയോ അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് മറ്റു പലർക്കും നമ്മളെപ്പറ്റി അറിയാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ അധ്യാപകരുടെ ആ ഒരു റെക്കമെൻഡേഷൻ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കില്ലിനെ പറ്റിയും നമ്മളുടെ ഒരു ബിഹേവിയർ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഒരു അസസ്മെൻറ്റ് നടത്താൻ അവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നതാണ്. അടുത്തൊരു കാര്യം, ചെക്ക് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്ട്രെങ്ത്. നമുക്കറിയാം പലപ്പോഴും വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് അസസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിങ്ക്ഡിൻ്റെ ഒരു സ്ട്രെങ്ത് അസസ് ചെയ്യാനും സാധിക്കും. ആ ലിങ്ക്ഡിൻ സ്ട്രെങ്ത് നിങ്ങളൊന്ന് അസസ് ചെയ്യുക. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമുക്ക് സ്ട്രെങ്ത് അറിയാൻ പറ്റും. ആ സ്ട്രെങ്ത് ബേസ് ചെയ്തുകൊണ്ട് ഇനി എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം. ചിലപ്പോൾ പ്രൊഫൈലിൽ പൂർണ്ണമായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അത് ചെയ്തൊരു സ്ട്രോങ്ങർ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. ഒരു പ്രൊഫൈൽ സ്ട്രോങ്ങർ ആണെങ്കിൽ വിസിബിലിറ്റി കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ഈ സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക്ഡിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. മേക്ക് കണക്ഷൻസ്. നല്ല കണക്റ്റുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് ഇന്ന് പ്രൊഫഷണൽസ് ആയിട്ടുള്ള നല്ല ഓൺടർപ്രണേഴ്സ് എല്ലാവരും തന്നെ ഇന്ന് ലിങ്ക്ഡിനിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യക്തിയെ ഒരു ഇവൻറ്റിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഒരു കോൺഫറൻസിൽ കണ്ടു, അല്ലെങ്കിൽ ഒരു കോളേജ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കണ്ടു, ഇവർക്കൊക്കെ ഈസി ആയിട്ട് ലിങ്ക്ഡിൻ വഴി പിന്നീട് കണക്റ്റ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. നമ്മൾ ഈ കണക്റ്റിന് വേണ്ടി റിക്വസ്റ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനോടൊപ്പം ഒരു മെസ്സേജും പേഴ്സണൽ മെസ്സേജ് അതിൻ്റെ അകത്ത് തന്നെ അയക്കാം. എന്തുകൊണ്ടാണ് ഞാൻ താങ്കളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവരം അയച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ആക്സെപ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും ആ ഫ്രണ്ട് റിക്വസ്റ്റിന്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനിയുമായിട്ട് കണക്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നാളെ ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിനോ കമ്പനിയിൽ ഒരു ജോലിക്കോ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ പേജ് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ട് കണക്റ്റ് ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ സ്ട്രാറ്റജിക് സ്ട്രാറ്റജി. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ വെറുതെ പോസ്റ്റുകൾ നോക്കി പോകുക എന്നുള്ളത് മാത്രമല്ല, അവിടെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. നമ്മളൊരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആ ലൈക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ആ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത ആൾക്ക് നോട്ടിഫിക്കേഷൻസ് ചെല്ലുന്നുണ്ട്, ഇന്ന ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരുമായിട്ട് അടുപ്പമുണ്ടാക്കാനും ബന്ധം സ്ഥാപിക്കാനും അവരെ നന്നായി ലിസൺ ചെയ്യുന്ന ആളാണ് നമ്മളെന്ന് മനസ്സിലാക്കാനും തീർച്ചയായിട്ടും സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസിനെ ലിങ്ക്ഡിനിലൂടെ കണ്ടെത്തി അവരുടെ പോസ്റ്റുകളെ ലൈക്ക് ചെയ്ത് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുക. എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു 3 അപ്ഡേറ്റ്സ് എങ്കിലും ന്യൂസ് ഫീഡിൽ ലിങ്ക്ഡിനിൽ ഉപയോഗിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായൊരു കാര്യമായിരിക്കും. പിന്നെ കമൻറ്റ് ഒക്കേഷണലി. ഈ നോളജ് ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മാത്രമല്ലല്ലോ, നമ്മൾ ഒരുപാട് പേരുടെ പല പോസ്റ്റുകൾ വായിക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു ഐഡിയ ആയിരിക്കും നമുക്ക് ഒരു ആർട്ടിക്കിളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവുക. അതിനുള്ളൊരു താങ്ക് യു പോസ്റ്റ് നമ്മളതിൽ കൊടുക്കുക. അതുപോലെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലർക്കും പല ജോബ് റോളുകൾ പുതിയത് കിട്ടിയിരിക്കുന്നതോ പുതിയ സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നതോ ഇതൊക്കെ തീർച്ചയായിട്ടും കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ എൻഗേജ്മെൻറ്റ് കൂടും. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ശരിക്കും കൊടുക്കുക. നിങ്ങൾ കൂടുതൽ കണക്ഷൻസ് ലിങ്ക്ഡിൻ വഴി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ആൾക്കാർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, മറ്റുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ലിങ്ക്ഡിൻ ഗ്രൂപ്പുകളുണ്ട്. പല ഗ്രൂപ്പുകൾ. നമുക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പുണ്ട്, കൺസൾട്ടൻസിൻ്റെ ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിനി ഒരു ആർക്കിടെക്റ്റാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയ മേഖലയിലാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. ഓരോ പർട്ടിക്കുലർ മേഖലയിലുള്ള ആളുകളുടെ ഗ്രൂപ്പ്സുകളുണ്ട്. ആ ലിങ്ക്ഡിനിൽ അത്തരം ഗ്രൂപ്പുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു നെറ്റ്വർക്കിംഗ് ചാൻസ് ഉണ്ട്.
ആ ഇൻഡസ്ട്രിയുടെ അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭിക്കും, എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും, നല്ലൊരു ഇൻട്രാക്ഷനും ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കും ഒക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇത്തരം ഗ്രൂപ്പുകൾ. ദെൻ എൻഗേജിങ് കണ്ടൻറ്റാണ് അടുത്തൊരു കാര്യം. ആ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിനിലും. അപ്പോൾ ഇവിടെ നമ്മൾ ആക്റ്റീവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇവിടെയും ഒരു അൽഗോരിതം ഉണ്ട്. ഓരോ കണ്ടൻറ്റും ലിങ്ക്ഡിനെ സംബന്ധിച്ചിടത്തോളം അത് റാങ്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടൻറ്റ് നല്ല ഹയർ റാങ്കിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലിങ്ക്ഡിൻ്റെ അൽഗോരിതത്തിൽ വരുമ്പോൾ 4 ഫിൽറ്ററുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഫിൽറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ക്വാളിറ്റിയാണ്. ഇടുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻ്റ് ആണെങ്കിൽ അതൊരു സ്പാമിലേക്കോ അല്ലെങ്കിൽ അതൊരു ട്രാഷിലേക്കോ പോകുന്ന അവസ്ഥയായിരിക്കും. അതിന് പകരം നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ഉപയോഗിക്കുക, എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക. അതായത് കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുന്ന സാഹചര്യങ്ങളുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരിക. തിരിച്ചും നമ്മൾ അത്ര ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കൂടും. പിന്നെ ക്രെഡിബിലിറ്റിയാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആ ലിങ്ക്ഡിൻ്റെ അൽഗോരിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കണ്ടൻറ്റുകൾ, നല്ല വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ. വെറുതെ എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്ത് എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതല്ല. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളത് ചെയ്യുന്ന രീതി, ആ എഴുത്തിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇൻഫോഗ്രാഫിക്സ്, ചില പിക്ചറുകൾ, ഇതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഹ്യൂമൻ എഡിറ്റേഴ്സ് ഉണ്ട് ലിങ്ക്ഡിനിൽ നിന്ന് മനസ്സിലാക്കുക. മറ്റുള്ള ലൈക്ക് ഒരു ബോട്ട്സ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി മാത്രം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ലിങ്ക്ഡിൻ്റെ അകത്ത് ആളുകൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോസ്റ്റും എൻഗേജ്മെൻറ്റും നല്ലതാണെങ്കിൽ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും. ലിങ്ക്ഡിൻ തന്നെ നമ്മളെ കുറേ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയും കൂടിയുണ്ട്. അപ്പോൾ കണ്ടൻറ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻറ് സ്ട്രാറ്റജിക്കകത്ത് കണ്ടൻറ് ക്രിയേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ നെറ്റ്വർക്ക്, ഇൻഡസ്ട്രി ട്രെൻഡുകൾ അതൊക്കെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളുടെ നെറ്റ്വർക്കിലുള്ള ആളുകളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇൻഡസ്ട്രി ഏതാണോ അതിലുള്ള പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമായ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടൻറ് ക്യൂറേഷൻ രണ്ടാമത്തെ കാര്യമാണ്. അതായത് ശരിക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾസ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ശരിക്കും നമ്മൾ നല്ലൊരു കണക്ഷൻസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മേഖലയിൽ എക്സ്പേർട്ട് എന്നുള്ള രീതി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ വളരെ ക്ലാരിറ്റി ഉള്ള കണ്ടൻറ്റുകൾ തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് 9 AM to 5 PM എന്ന് പറയുന്നതാണ് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെ ടൈമിംഗ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതായത് സാധാരണ പ്രൊഫഷണൽസ് കൂടുതലും ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. കാരണം അത് HR സൈഡിൽ എംപ്ലോയി സെർച്ചിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാനാണെങ്കിലും പല ബിസിനസ് നെറ്റ്വർക്കുകളും കണക്ഷൻസും ഈവൻ സെയിൽസ് ഫണലിൽ പുതിയ പുതിയ ആളുകളെ ആഡ് ഓൺ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വർക്കിംഗ് ടൈമിലാണ് ലിങ്ക്ഡിൻ്റെ ഉപയോഗം മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്ന് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ കൂടുതൽ ക്രിയേറ്റീവായ നല്ല പോസ്റ്റുകളൊക്കെ ഇതിലിടാനായിട്ട് ശ്രമിക്കുക. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനും അതുവഴി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രോത്തിനും തീർച്ചയായിട്ടും സഹായിക്കും. താങ്ക് യു സോ മച്ച്.